നിങ്ങളുടെ കാൽപാദത്തിന്റെ വളവ് ഇല്ലാതെയാകുന്ന പോലെ തോന്നുന്നുണ്ടോ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലാറ്റ് ഫീറ്റ് എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. അപ്പോൾ ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാൽപാദത്തിന് ഉൾഭാഗത്തായിട്ട് ഒരു കർവേച്ചർ ഉണ്ട്. ആ കർവേച്ചർ പോയിട്ട് കാൽപാദം ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കുന്നതിനാണ് ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റ് ഫീറ്റ് വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ആ പാദത്തിൽ വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. മാത്രമല്ല നമ്മുടെ നടത്തത്തിന്റെ അലൈൻമെന്റ് ഒക്കെ മാറിയിട്ട് മുട്ടിലും ഇടുപ്പിലൊക്കെ സ്ട്രെയിൻ കൂടുതൽ വരാനുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് ഫീറ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഫ്ലാറ്റ് ഫീറ്റ് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് ഫ്ലെക്സിബിൾ, ഒന്ന് റിജിഡ്. ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ, അതായത് നമ്മുടെ ബോഡി വെയിറ്റ് വരുമ്പോൾ അത് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ ആ കർവ് പ്രത്യക്ഷപ്പെടും. നമുക്ക് സ്ട്രെച്ച് ചെയ്താലൊക്കെ ആ കർവ് വരുന്ന കാണാം. റിജിഡ് എന്ന് പറഞ്ഞാൽ അത് റിജിഡ് ആയിരിക്കും. നമ്മൾ ഇരുന്നാലോ സ്ട്രെച്ച് ചെയ്താലോ ഒക്കെ അത് ഫ്ലാറ്റ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഫ്ലാറ്റ്, അത് റിജിഡ് കണ്ടീഷൻസിൽ കൂടുതലും ബോണി അനോമലീസ്, അതായത് എല്ലിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണ്? അതായത് ചെറുപ്പം കുട്ടികളിൽ, ജനിച്ച കുട്ടികളിലൊക്കെ ഫ്ലാറ്റ് ഫീറ്റ് കാണുന്നത് പേടിക്കേണ്ടതില്ല. ഭൂരിഭാഗം പേരിൽ അത് താനെ 10 വയസ്സാകുമ്പോഴേക്കൊക്കെ കറക്റ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫീറ്റൊക്കെ ഭൂരിഭാഗം പേർക്കും നമ്മുടെ ഷൂവിൻ്റെ കറക്ഷൻസ്, മീഡിയൽ ആർച്ച് സപ്പോർട്ട് പോലെ ഷൂ വെയർ മോഡിഫിക്കേഷൻസും ഈ സ്ട്രെച്ചിങ് എക്സസൈസസും ഈ ടെൻഡൻ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരാറുണ്ട്. റിജിഡ് ഫ്ലാറ്റ് ഫീറ്റോ അങ്ങനെയുള്ള ചിലർക്ക് മാത്രം ഈ ടെൻഡൻ ഈ സർജറീസ്, ലെങ്തനിങ് സർജറീസും ഈ ബോണിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാക്കുന്ന ചില സർജറീസൊക്കെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് ഫീറ്റ് എന്ന അസുഖത്തെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും ചാനൽ ഫോളോ ചെയ്യൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.